തിരുവനന്തപുരത്തെ സർക്കാർ കണ്ണാശുപത്രിയിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന റിപ്പോർട്ട്. ഇടത് കണ്ണിന് നൽകേണ്ട ചികിത്സ മാറി വലത് കണ്ണിന് നൽകിയെന്നാണ് ഇപ്പോൾ പരാതി വരുന്നത്. നീർക്കെട്ട് കുറയാൻ നൽകുന്ന കുത്തിവയ്പ് മാറി വലത് കണ്ണിന് നൽകി എന്നും പരാതിയുണ്ട്. MG പ്രതീഷ് ആയിരുന്നു തിരുവനന്തപുരത്ത്. പ്രതീഷ്, നമ്മുടെ പ്രേക്ഷകരൊക്കെ പ്രതികരിക്കുന്നത് കാലും കൈയും കൂടെ മാറിയില്ലല്ലോ എന്നാണ് പറയുന്നത്. ആളുകൾ കേട്ടപ്പോൾ അത്രയും അമർഷമുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നാണ് നമ്മുടെ ദുഃഖം. SKN തീർച്ചയായും അത്തരത്തിലൊരു വീഴ്ച തന്നെയാണ് തിരുവനന്തപുരത്തെ സർക്കാർ കണ്ണാശുപത്രിയിൽ ഉണ്ടായത്. ഇടത് കണ്ണിന് കാഴ്ചക്കുറവ് ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരു മാസക്കാലമായി തിരുവനന്തപുരം ഭീമാപ്പള്ളി സ്വദേശിയായ അസുറ ബീവി ഈ കണ്ണാശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഈ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ എത്തിയിരുന്നു. ഈ കണ്ണിൽ ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള മരുന്ന് ഡോക്ടറുടെ ആവശ്യപ്രകാരം ഈ ആശുപത്രിയിൽ വാങ്ങി നൽകുകയും ചെയ്തു. ഇന്നലെ രാവിലെയോടുകൂടിയാണ് ആശുപത്രിയിൽ ഈ ശസ്ത്രക്രിയയുടെ ഭാഗമായി അഡ്മിറ്റായത്. ഈ അഡ്മിറ്റ് ആകുന്ന സമയത്ത് ഇടത് കണ്ണ് ക്ലീൻ ചെയ്തതിന് ശേഷം ഇടത് കണ്ണിൽ എടുക്കേണ്ട ഇഞ്ചക്ഷൻ വലത് കണ്ണിൽ എടുക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ അത്തരത്തിലൊരു വീഴ്ചയാണ് ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ആശുപത്രിയിൽ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായ SS സുജീഷിനെതിരെയാണ് കുടുംബം പരാതി ഉന്നയിക്കുന്നത്. ഈ ചികിത്സാ പിഴവ് കുടുംബത്തിന് ബോധ്യപ്പെട്ടതോടുകൂടി തന്നെ ഇക്കാര്യം ആശുപത്രി അധികൃതരെ അറിയിച്ചു. മാത്രമല്ല, ഈ സംഭവത്തിന് പിന്നാലെ ഈ OP ടിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകാൻ ആശുപത്രി അധികൃതർ കൂട്ടാക്കിയില്ല എന്നുള്ള പരാതി കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഈ രോഗിയുടെ OP ടിക്കറ്റ് ആശുപത്രി അധികൃതർ തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നും ഇവരുടെ പരാതിയിൽ പറയുന്നുണ്ട്. ഇതിന് പിന്നാലെ തന്നെ ആരോഗ്യവകുപ്പിനും കന്റോൺമെന്റ് പോലീസിലും ഈ കുടുംബം പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടായി എന്നതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ ഔദ്യോഗിക ഉത്തരവ് കൂടി പുറത്തു വരാനുണ്ട്. എന്തായാലും ഗുരുതരമായൊരു വീഴ്ചയാണ് ഈ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇടത് കണ്ണിന് എടുക്കേണ്ട ചികിത്സ വലത് കണ്ണിന് മാറിയെടുത്തിരിക്കുന്നു. അത്തരത്തിൽ വലിയ ഒരു വീഴ്ച ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതിൽ കുറ്റക്കാർക്കെതിരായി ശക്തമായ നടപടി വേണമെന്നതാണ് ഇപ്പോൾ കുടുംബവും ആവശ്യപ്പെടുന്നത്. SKN.